ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെബ് സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമുക്കൊരു കിടിലൻ സീരീസിനെ കുറിച്ച് നോക്കാം. സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് കാർത്തി എന്നൊരു പയ്യൻ കടന്നു വരുന്നു. ആ വലിയ വീട് അവൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. ശേഷം അവൻ അകത്തേക്ക് കയറി. അവിടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അയാൾ അവനോട് ആരാ എന്ന് തിരക്കി. ഞാനിവിടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് അറിഞ്ഞിട്ട് വന്നതാണെന്ന് അവൻ പറയുന്നു. അയാൾ അവനെ ഇരിക്കാനായി പറഞ്ഞു. ശേഷം അവൻ വാടക എത്രയാണെന്ന് തിരക്കി. അതൊക്കെ വളരെ കുറവാണെന്ന് അയാൾ പറഞ്ഞു. വാടക വളരെ കുറവാണെന്നറിഞ്ഞപ്പോൾ അവന് ആശ്ചര്യമായി. തുടർന്ന് താനിവിടെ ഒറ്റയ്ക്കാണെന്ന് അയാൾ പറയുന്നു. ഒരു മകനുണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല എന്നും അയാൾ പറഞ്ഞു. പക്ഷേ പയ്യൻസിനെ തുടർന്നുള്ള ചോദ്യങ്ങളിൽ മകൻ മരിച്ചുപോയതാണെന്നും അയാൾ വെളിപ്പെടുത്തി. അതൊക്കെ കേട്ട് അവന് വല്ലാത്ത ടെൻഷനാകുന്നു. ശേഷം വീട്ടിൽ മറ്റാരും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അയാൾ അകത്തു നിന്നും ഹീറോയിനെ വിളിപ്പിക്കുന്നു. അയാളുടെ മകൻ്റെ ഭാര്യയായിരുന്നു ഹീറോയിൻ. ഇപ്പോൾ വിധവയായി അവൾ അവിടെ കഴിയുകയാണ്. ശേഷം ഈ വീട്ടിൽ താമസിക്കാൻ ചില റൂൾസ് പാലിക്കണമെന്ന് അയാൾ അവനോട് പറഞ്ഞു. നീ ഇവിടെ ലേറ്റായി കയറി വരാൻ പാടില്ല, കൂടാതെ മറ്റു പെണ്ണുങ്ങളുമായി ബന്ധം വയ്ക്കാനോ സംസാരിക്കാനോ പാടില്ല എന്നും അയാൾ അവനോട് പറഞ്ഞു. അവൻ അതൊക്കെ സമ്മതമാണെന്ന് പറയുന്നു. ശേഷം ഹീറോയിനോട് അവനെക്കൊണ്ട് പോയി റൂം കാണിച്ചു കൊടുക്കാനായി അയാൾ പറഞ്ഞു. ഹീറോ അവളുടെ കൂടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. പോകുന്ന സമയം ഹീറോയിൻ്റെ പിന്നഴക് നോക്കി രസിച്ചുകൊണ്ട് അവൻ നടന്നു. പെട്ടെന്ന് കാല് തെറ്റി ഹീറോയിൻ പിന്നിലേക്ക് വീണു. ഹീറോ അവളെ താങ്ങിപ്പിടിക്കുന്നു. കുറച്ചുനേരം അവർ അങ്ങനെ ഷോക്കായി നിൽക്കുന്നു. ശേഷം ഹീറോയെ റൂമിൽ കൊണ്ടുപോയി ഇതാണ് നിന്റെ റൂമെന്ന് പറഞ്ഞ ശേഷം റെസ്റ്റ് എടുക്കാനായി പറഞ്ഞിട്ട് ഹീറോയിൻ പോകാൻ നേരം അവനൊന്ന് നിൽക്കാനായി പറയുകയും ഇത്ര തിരക്കെന്താ എന്ന് ചോദിച്ച് ഹീറോയിനോട് ഇരിക്കാനായി പറഞ്ഞു. അവൾ അവിടെ ഇരിക്കുന്നു. താഴെയുള്ള അങ്കിള് നിന്നെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഹീറോ അവളോട് ചോദിച്ചു. അതിന് എന്നെപ്പറ്റി എന്താ പറയാനിരിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിച്ചു. ശേഷം നിനക്ക് കുട്ടികളില്ലേ എന്നവൻ ചോദിക്കുന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡ് മരിച്ചു എന്നവൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ലേ എന്നവൻ ചോദിച്ചു. എന്നാൽ ഇതൊക്കെ നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നും ഇതൊന്നും ചോദിക്കേണ്ട കാര്യം നിനക്കില്ല എന്നും അവൾ പറഞ്ഞു. നീ നന്നായി റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാനിറങ്ങി. ഒന്ന് നിൽക്ക്, എവിടെ പോകുന്നു എന്നവൻ വീണ്ടും ചോദിക്കുന്നു. ഇല്ല, എനിക്ക് പോയിട്ട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ശേഷം അവൻ ഹീറോയിനെ ഓർത്ത് കിടന്നു. ആ സമയം പോയ ഹീറോയിൻ തിരികെ വന്ന് അവനെ തലോടുന്നു. ഹീറോ കണ്ണു തുറന്ന് അവളെ നോക്കി. എനിക്കറിയാം നീ തിരികെ വരുമെന്ന് അവൻ പറഞ്ഞ ശേഷം അവൾ ഹീറോയുടെ അടുത്തായിരുന്നു. ഹീറോ അവളുടെ കയ്യിൽ വളകൾ ഇട്ടുകൊടുത്ത് ശേഷം നെറ്റിയിൽ സിന്ദൂരവും തൊട്ടുകൊടുക്കുന്നതായി കാണിക്കുന്നു. ശേഷം അവർ ചുംബിക്കുകയും അവർക്കിടയിൽ അവിടെ ഒരു തകർപ്പൻ കലാപരിപാടിയും നടക്കുന്നതായി കാണിക്കുന്നു. ആ സീൻ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വരെ തുടരുന്നു. ശേഷം ഹീറോ സ്വപ്നത്തിൽ നിന്നും ഉണരുന്നു. ഹീറോയിനും ഒത്ത് നടന്നത് സ്വപ്നമായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ സമയം ആരോ ഡോറിൽ മുട്ടുന്നു. അവൻ വേഗം ഡോറ് തുറന്നു നോക്കിയതും അവിടുത്തെ ജോലിക്കാരി ചേച്ചി വരുന്നു. നിങ്ങൾ ആരാ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് അവൾ പറഞ്ഞു. നിങ്ങളെ ഞാൻ കണ്ടതേയില്ലല്ലോ എന്ന് അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ ജോലി തിരക്കിലായിരുന്നുവെന്നും അവൾ പറഞ്ഞു. അവന് കുടിക്കാനായി വെള്ളം കൊടുത്ത ശേഷം താൻ അടുത്ത റൂമിൽ ഉണ്ടാകുമെന്നും എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കണ്ട, താൻ ഉടനെ വന്നോളാമെന്നും അവർ ഹീറോയോട് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോകുന്നു. ശേഷം സ്വപ്നം കണ്ട കാര്യമോർത്ത് ഹീറോ വല്ലാതെ നിരാശപ്പെട്ടു. തൽക്കാലം ആവശ്യമില്ലാത്ത ചിന്തകൾ മാറ്റിവെക്കാമെന്നും സ്വയം പറഞ്ഞ ശേഷം അവൻ ഉറങ്ങാൻ കിടക്കുന്നു. പക്ഷേ രാത്രിയിൽ ഉണരുന്ന ഹീറോ കുപ്പിയിലെ വെള്ളം കുടിച്ച് തീർത്തതായി കാണുന്നു. വല്ലാതെ ദാഹിച്ച ഹീറോ വെള്ളമെടുക്കാനായി ഇറങ്ങി. തുടർന്ന് ഹീറോയിൻ രാത്രിയിൽ അങ്കിളിൻ്റെ റൂമിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. അയാൾ അവളെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്തിനാ നീ മടിക്കുന്നത്? നിന്നെ ഞാൻ നാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാ എന്നും ഞാൻ പറയുന്നത് പോലെ ഒക്കെ നീ കേട്ടാൽ ഈ സ്വത്തുക്കളിൽ പകുതി നിനക്ക് തരുമെന്നും നിന്റെ ഭർത്താവിൻ്റെ സ്വത്തിന് നീ അവകാശിയാകുമെന്നും ഇല്ലെങ്കിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നും അങ്കിൾ ഹീറോയിനോട് പറഞ്ഞു. പക്ഷെ ഹീറോയിൻ മടിയോടെ അയാളെ അനുസരിക്കുന്നു. അതിനുശേഷം അവർ അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തുന്നതായി കാണിക്കുന്നു. അങ്ങനെ അവർ സംഗതികൾ തകൃതിയായി നടത്തുന്ന സമയം ഹീറോ വെള്ളമെടുക്കാനായി പുറത്തേക്കെത്തി. ആ സമയം ഹീറോയിൻ്റെ ശബ്ദങ്ങൾ കേട്ട് ഡൗട്ട് തോന്നിയ അവൻ എന്താ സംഭവമെന്ന് അറിയാനായി റൂമിൻ്റെ അടുത്തേക്ക് വരുന്നു. ആ സമയം അവരുടെ സംഗതികൾ കണ്ട് ഹീറോ ഷോക്കായി നിന്നു. തന്നോട് വലിയ മര്യാദയായി അഭിനയിച്ച അവളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഹീറോ മനസ്സിൽ ചിന്തിക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിച്ച അവൻ നേരെ റൂമിലേക്ക് പോയി. അതോടെ സീരീസിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കി സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ എപ്പിസോഡ് കാണാനായി ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.